നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ചതിച്ചവളാ അവള്. പക്ഷേ ആ വാൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ എനിക്കവളെ വേണം. അവളുടെ ജീവനെങ്ങാനും ഇപ്പൊ പോയിരുന്നെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു പോയനെ. നിയമപ്രകാരം ഒന്നുകിൽ മോഷണം പോയ വാൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ആ വാൾ മോഷ്ടിച്ച ആളെ കണ്ടെത്തണം. അത് നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങുന്ന ഡെമോക്ലസിന്റെ വാളായി മാറും. മിസ്റ്റർ ഗോപൻ, അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യും? വഴി ഞാൻ പറഞ്ഞുതരാം. എന്റെ കുഞ്ഞിതെവിടെ പോയി? ഈശ്വര, വൈകമോളെ, എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ മോളെ. മോളെ, വൈകമോളെ, അയ്യോ ഈശ്വര, മോളെ, എന്റെ ഈശ്വര, എന്റെ കുഞ്ഞ്. തൊട്ടില് കിടന്ന കുഞ്ഞ ഇനി തൊട്ടിൽ നിന്ന് താഴെ വീണ് നീങ്ങി നടന്നിട്ടുണ്ടാവോ? ഈശ്വര, മോള്, മോളെ, വൈക മോളെ. വൈശാഖേ, കുഞ്ഞിനെ കാണുന്നില്ലടാ. കുഞ്ഞെവിടെ പോവാനാ? ആര് കൊണ്ടുപോവാൻ? നീ നന്നായിട്ടൊന്ന് നോക്ക്. നീന്തി നടക്കാൻ തുടങ്ങിയ കൊച്ച അത് വല്ല ഞണ്ടിനെ പോലെ നീന്തി ഏതെങ്കിലും മുറിയിലേക്ക് കയറി കാണും. നീ നന്നായിട്ടൊന്ന് നോക്ക് മൈഥിലി, കുഞ്ഞിവിടെ തന്നെ കാണും. ചെല്ല്. വൈകുമോളെ, നിങ്ങൾ പറയുന്നത് എങ്ങനെ ശരിയാവും? ഇതൊന്നും സാധ്യമല്ലേ മാഡം. ഞാൻ വളരെ സമാധാനപൂർവ്വം പറയുക. ഞാൻ പറയുന്ന ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കുമെന്ന് മാഡം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ധനനഷ്ടം, അതിലുപരി മാനഹാനി. എല്ലാ രീതിയിലും മാഡം ഒറ്റപ്പെടും. ഒടുവിൽ ഒരു സൂയിസൈഡ് പോയിന്റിലെത്തി അന്തം വിട്ട് നിൽക്കേണ്ടി വരും മാഡത്തിന്. അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ മാഡം ചെയ്യണം. ചെയ്തേ തീരൂ. ഇതിപ്പോ ഞാൻ ആകെ പെട്ടുപോയല്ലേ ഈശ്വര. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ നാളെ രാവിലെ തന്നെ മാഡം പണി തുടങ്ങിയിരിക്കണം. ഹലോ, വൈശാഖ് സാറേ, സന്തോഷമായില്ലേ? കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? എന്തോ ഓക്കെ? നീ എന്ത് പണിയാണ് അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തു പറ്റി സാറേ? എന്തു പറ്റിയെന്നോ? എടാ, ഒരു സെക്കൻഡ് എങ്ങാനും തെറ്റിയിരുന്നെങ്കിൽ കയർ മുറുകി അവളുടെ കാറ്റ് പോവില്ലായിരുന്നോ?
സാർ എന്തായി പറയുന്നേ? കൊല്ലാനല്ലേ സാർ ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? ഹ, അവളെ കെട്ടിത്തൂക്കി തട്ടിയേക്കാൻ കൊട്ടേഷൻ തന്നൊക്കെ ശരി തന്നെ. പക്ഷേ അത് അപ്പോഴത്തെ ഒരു ഐഡിയ ആയിരുന്നു. പിന്നെ അത് വേണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ. സാർ അത് പറഞ്ഞപ്പോ കാര്യങ്ങൾ ക്ലൈമാക്സിലെത്തിയിരുന്നു. പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോകാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അവളിനി ചത്തുപോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നെ ചതിച്ചവളാ അവള്. പക്ഷേ ആ വാൾ എവിടെയാണെന്ന് അറിയണമെങ്കിൽ എനിക്കവളെ വേണം. അവളുടെ ജീവനെങ്ങാനും ഇപ്പൊ പോയിരുന്നെങ്കിൽ കാര്യങ്ങൾ ആകെ കുഴഞ്ഞു പോയേനെ. കോടികളാ നഷ്ടം, കോടികൾ. സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സേഫ്റ്റി നോക്കണമായിരുന്നു. അവളുടെ കഴുത്തി കെട്ടിയപ്പോ അവൾ അവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാരെ കൂട്ടിയേനെ. പോലീസ് അപ്പ തന്നെ ഞങ്ങളെ പൊക്കിയേനെ. ഇതിപ്പോ സാറിന് പ്രശ്നമൊന്നുമില്ല. അവളെ എന്തായാലും ജീവനോടെ കിട്ടിയില്ലേ. ഇനി വാളെവിടെയാണെന്ന് അറിയണമെങ്കിൽ ചെകിട്ട് നോക്കി 2 പൂശ പൂശാ മതി. തത്ത പറയുന്ന പോലെ അവള് പറയും. എടാ, അവളത് പറയണമെങ്കിൽ ആ കുഞ്ഞിനെ കാണണം. ആ കുഞ്ഞോടെ. കുഞ്ഞിന്റെ കാര്യം ഞങ്ങളോട് നോക്കിക്കൊള്ളാനല്ലേ സാറ് പറഞ്ഞത്? കുഞ്ഞിന്റെ കാര്യമൊക്കെ നിങ്ങളങ്ങ് മറന്നേക്കാം. എടാ, ആ കുഞ്ഞിനെ നിങ്ങൾ എവിടെയാടാ കൊണ്ടുപോയി കളഞ്ഞത്? എന്താണ് സുനി? ചുരുട്ട് സുനിയുടെ അടുത്ത് അവന്റെ കളി. അവനിപ്പോ ആ കുഞ്ഞിനെ വേണമെന്ന്. പിന്നെ ഞാനിപ്പം കൊടുക്കാൻ പോലെ. നീ വാടാ, നമുക്ക് 2 അടിക്കാം. അല്ല, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഞങ്ങളൊരു സിനിമാ കഥ ഡിസ്കസ് ചെയ്യായിരുന്നു. മുടിഞ്ഞ വയലൻസ്. ആ പടം നിർമ്മിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. നിക്കവിടെ. എന്താ, നീ എന്നെ വരട്ടുവാണോ? എന്റെ കുഞ്ഞെവിടെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.